വിദർഭയുടെ മുൻ താരമായ ആദിത്യ സർവാട്ടെ കേരളത്തിന് വേണ്ടി തിളങ്ങുമ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുൻപ് വിദർഭയുടെ രഞ്ജി ടീമിൽ കളിച്ചൊരു പാലക്കാട്ടുകാരനുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടാം. രാജൻ നായർ. അദ്ദേഹമാണ് ഇപ്പോൾ നമുക്കൊപ്പം ലൈവിൽ അല്പസമയത്തിനകം ചേരുന്നത്. 70കളിൽ വിദർഭയുടെ ജേഴ്സി അണിഞ്ഞാണ് അദ്ദേഹം ഇറങ്ങിയത്. പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മീഡിയ മാനേജറൊക്കെയായി തിളങ്ങിയ രാജൻ നായർ കായിക മാധ്യമ പ്രവർത്തനത്തിലും സജീവമാണ്. അപ്പോൾ അദ്ദേഹവുമായി ഇന്നലെ എൽദോ സംസാരിച്ചിരുന്നു. ഇന്ന് അദ്ദേഹം അല്പസമയത്തിനകം നമ്മളോടൊപ്പം ലൈവിൽ ചേരും. ഈ എൽദോയുടെ റിപ്പോർട്ടിലേക്ക്. നാഗ്പൂരിലെ ഈ ജാംതയിലുള്ള വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലും അല്ലെങ്കിൽ വിദർഭ ക്രിക്കറ്റ് ടീമിന്റെ രഞ്ജി കരിയറിനിടയിലുമൊക്കെ സാന്നിധ്യമായിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ തന്നെ സാന്നിധ്യമായിരുന്ന ഒരു മലയാളിയുണ്ട്. അത് ക്രിക്കറ്റ് എന്നല്ല, അത് ടെന്നീസിലാവട്ടെ ഫീൽഡ് ഹോക്കിയിലാവട്ടെ, അങ്ങനെ പലയിടങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു മലയാളി സാന്നിധ്യമാണ് ഞാൻ പരിചയപ്പെടുത്താം ന്യൂസ് 18 പ്രേക്ഷകർക്ക്. ഇത് പ്രിയപ്പെട്ട രാജൻ നായർ. നമസ്കാരം സാർ. നമസ്കാരം സാറ്. ഇദ്ദേഹം വിദർഭ ക്രിക്കറ്റ് ടീമിന് വേണ്ടി രഞ്ജി ട്രോഫി കളിച്ചിട്ടുള്ള താരമാണ്. അതിനേക്കാൾ ഉപരി ഇന്ത്യൻ ടീമിന്റെ മാനേജറായി ദീർഘനാള് മീഡിയ മാനേജറായി പ്രവർത്തിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഈ വിദർഭയിൽ ക്രിക്കറ്റ് കളിക്കാനുള്ള സാധ്യത ഉണ്ടായത്? വെൽ, ഓണസ്റ്റ്ലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ചെറുപ്പം തൊട്ടിട്ട് പാഷനേറ്റ് ആയിരുന്നു ക്രിക്കറ്റില്. അച്ഛന്റെ കൂട്ടത്തിൽ ഇവിടെ അച്ഛൻ ട്രാൻസ്ഫറിൽ ആസ് എ ജേർണലിസ്റ്റ് ഇവിടെ വന്ന സമയത്ത് PTIയില് ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ക്രിക്കറ്റിന്റെ ഒരു പാഷനേറ്റ് ആയ കാരണം ബാക്ക്ഗ്രൗണ്ട് ഇൻഡോറിലത്തെ ഹോൾക്കർസിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അത് കാരണം ഇവിടെ കളിക്കാൻ തുടങ്ങി. ജൂനിയർ ലെവൽ, മിഡ് ജൂനിയർ, സീനിയർ, സ്കൂൾസ്, ക്രിക്കറ്റ്, യൂണിവേഴ്സിറ്റി, രഞ്ജി ട്രോഫി എല്ലാം കഴിഞ്ഞ ശേഷം ഒരു കോൾ ഇന്ത്യയിലെ PRO ആയിട്ട് WCL നാഗ്പൂരിൽ ഇരുന്ന സമയം കാരണം ഇവിടെ ഫ്യൂച്ചർ നാഗ്പൂരിൽ അധികം ഉണ്ടായിരുന്നില്ല അന്ന് കാലത്ത്. Because it was a small town, unlike Bombay, Delhi, Calcutta, Madras. So അത് കാരണം I decided to do event management, quitting Coal India. And then after event management ഞാൻ ഇവിടുന്ന് നേരെ മീഡിയയിൽ വന്ന സമയത്ത് I had a wish to become the Indian media manager. Okay. And thanks to Mr. Shashank Manohar who helped me a lot. Okay. And അത് കാരണം എന്റെ ഒരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ജേർണലിസം ആയിട്ട് PTIക്ക് വേണ്ടിയിട്ട് ഞാൻ റിപ്പോർട്ട്സ് ഒക്കെ ഫയൽ ചെയ്തു. അത് കാരണം ഞാൻ ക്രിക്കറ്റിൽ വന്നു. ആൻഡ് ദാറ്റ് വാസ് ദ ബിഗിനിങ്. ഓക്കെ. അല്ല, എന്റെ സംശയം, ഈ വിദർഭ ടീമിന് വേണ്ടി രഞ്ജി ട്രോഫി കളിച്ചിട്ടുണ്ടല്ലോ, അത് എങ്ങനെ? 1974 ഐ ഡിഡ് വെരി വെൽ. ഇവിടുത്തെ ലോക്കൽ ലീഗ്സിലും ടൂർണമെന്റും ട്രയൽസിലും നാഗ്പൂർ യൂണിവേഴ്സിറ്റി അണ്ടർ 22 അത് കാരണമാണ് ഞാൻ ഇവിടെ സെലക്ട് ആയത്. ദാറ്റ് ഈസ് ഹൗ ഐ എന്റേർഡ് രഞ്ജി ട്രോഫി. ശരി. ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാകും, ഇദ്ദേഹം ഇത്ര ഭംഗിയായിട്ട് മലയാളം പറയുന്നുണ്ട്, വിദർഭയ്ക്ക് വേണ്ടി ദീർഘനാളായിട്ട് നാഗ്പൂർ തന്നെയാണ് അല്ലേ? എങ്ങനെയാണ്, നാട്ടിലെവിടെയാണ് ആദ്യം? ഞാൻ അങ്ങനെ പാലക്കാടും എറണാകുളമായിട്ട് ഞങ്ങൾ രണ്ട് സൈഡിലും കൂടെ കഴിഞ്ഞാണ്. ഓക്കെ. പാലക്കാട്, എറണാകുളത്തോളം. അപ്പൊ അങ്ങനെയാണ് എത്തിയത്. ഇന്ത്യൻ ടീമിന്റെ ഈ മീഡിയ മാനേജറൊക്കെ ആയിട്ടിരുന്ന ആ സമയമുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഗംഭീരമായിട്ട് ഓർത്തെടുക്കുക? പ്രത്യേകിച്ചും അങ്ങനെ ബെസ്റ്റ് തിങ് ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം ഞാൻ വിദർഭന്റെ മീഡിയ മാനേജർ, പിന്നെ സെൻട്രൽ സോണിന്റെ മീഡിയ മാനേജർ, അത് കഴിഞ്ഞ് ഇന്ത്യൻ ടീമിന്റെ മീഡിയ മാനേജർ, ഗൾഫിലേക്ക് അബുദാബി, സൗത്ത് ആഫ്രിക്ക, ശ്രീലങ്ക, പിന്നെ ചാമ്പ്യൻസ് ട്രോഫി, ഇതൊക്കെ എല്ലാം ചെയ്തു. അന്ന് കാലത്ത് സച്ചിൻ ടെണ്ടുൽക്കറും ഗാംഗുലി, രാഹുൽ ദ്രവിഡ്, കുംബ്ലെ ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ബെസ്റ്റ് പീരിയഡ് സേവാഗൊക്കെ ഐ വാസ് വെരി ലക്കി. അതേപോലെ തന്നെ ഓസ്ട്രേലിയയിലേക്കും ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റഡീസിന് പോയ കാരണം എനിക്ക് ക്രിക്കറ്റിന്റെ നോളജും ഉണ്ടായിരുന്നു, ഇൻഫ്രാസ്ട്രക്ചറിന്റെ നോളജ് ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് വൈ ക്രിക്കറ്റിന്റെ അക്യൂമെൻ ഉള്ള കാരണം ഇത് നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടി. മൾട്ടി ഫാസറ്റഡ് പേഴ്സണാലിറ്റി ആയിട്ട് എനിക്ക് കിട്ടാനുള്ള ചാൻസ്. ഇറ്റ് വാസ് ബ്രില്യന്റ്. ക്രിക്കറ്റർ, അഡ്മിനിസ്ട്രേറ്റർ, ചെയർമാൻ ആയിരുന്നു VCRന്റെ ക്രിക്കറ്റ്. അതിന്റെ പുറമെ സെലക്ടർ ആയിരുന്നു, ഒബ്സർവർ ആയിരുന്നു. അപ്പോൾ ഒരു മൾട്ടി ഡയമെൻഷണൽ കാരണം എനിക്ക് ഐ വാസ് വെരി ഫോർച്യൂനേറ്റ് ആൻഡ് വെരി ലക്കി. ഓക്കെ. ഞങ്ങൾ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലെത്തിയപ്പോൾ ഇദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ ഇദ്ദേഹം മീഡിയ റൂമിലാണ്. അതിന് കാരണം ഇപ്പോൾ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് കോളം ചെയ്യുന്നുണ്ട് അല്ലേ? യെസ്, അത് ഞാൻ കുറെ കാലമായി ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷെ അത് കാരണം എനിക്ക് മീഡിയയില് റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റഡീസിൽ മീഡിയയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചെറുപ്പത്തൊട്ടിട്ട് മീഡിയ ബോക്സിൽ ഇരുന്ന കാരണം ഞാൻ ആ ഫെസിലിറ്റി മുഴുവൻ ഇവിടുത്തെ ഞങ്ങളുടെ സ്റ്റേഡിയത്തിനുള്ളിലുള്ള ഫെസിലിറ്റീസ് ഇല്ല. ഇന്ത്യയിൽ മീഡിയക്ക് ഇത്ര വലിയ ബോക്സും മീഡിയത്തെ ഫെസിലിറ്റീസും ബാക്കിയുള്ള കോർപ്പറേറ്റ് ബോക്സ് ഫെസിലിറ്റീസും റെയർലി സീൻ എനിവെയർ എൽസ്. സോ ഐ എം വെരി പ്രൗഡ് ടു ടെൽ യു ദാറ്റ് വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ ജാംത, താങ്ക്സ് ടു മിസ്റ്റർ ശശാങ്ക് മനോഹർ ഹു ഗേവ് മി ആൻ ഓപ്പർച്യൂണിറ്റി. അത് കാരണം ഞാനിവിടെ കുറെ കാര്യങ്ങൾ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റി. അതേപോലെ തന്നെ യു ക്യാൻ സീ ദി പ്രാക്ടീസ് ഫെസിലിറ്റീസ് ഹിയർ വിച്ച് യു ആർ സീയിങ്. ആ ഫെസിലിറ്റിയും കൂടെ ഞങ്ങൾ ക്രിക്കറ്റ് മെയിൻ ഗ്രൗണ്ടിൽ നിന്ന് അടുത്ത് ഇവിടെ വെച്ച കാരണം ഒരു പ്ലേയേഴ്സിന് മാച്ച് കളിക്കുമ്പോഴും കൂടെ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത് ഞാൻ സൗത്ത് ആഫ്രിക്ക ടൂറിലും ഓസ്ട്രേലിയൻ ടൂറിലും ഒക്കെ കണ്ട് പഠിച്ചത്. അതിനെ ഇവിടെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തു. ഫൈനലി ഇപ്പോൾ രഞ്ജി ട്രോഫിയിൽ കേരളവും വിദർഭയും ഫൈനൽ കളിക്കുന്നു.
ഇപ്പോൾ മലയാളിയാണ് എങ്കിൽ പോലും വിദർഭയ്ക്ക് വേണ്ടി കളിച്ച ആളാണ്. ആരെ സപ്പോർട്ട് ചെയ്യും? വെൽ, സപ്പോർട്ടിനേക്കാളും ആദ്യം ഞാൻ നല്ലൊരു ക്രിക്കറ്റ് നോക്കുകയാണ്. മാച്ച് ഈസ് ഇൻട്രസ്റ്റിംഗ്ലി പോയിസ്ഡ്, 7 down, 330+, and it is anybody's game on the knife edge. But I think Vidarbha has already won the championship a few times, reached the final few times. Kerala should be lucky enough if they can make it. That is how I will sum it up. ഓക്കെ, താങ്ക് യു സോ മച്ച്. നല്ല താങ്ക് യു സോ മച്ച് ശ്രീ രാജൻ, താങ്ക് യു സോ മച്ച്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് ഇത്തവണ കിരീടം നേടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറാമാൻ ബിപിൻ മുരളിക്കൊപ്പം എൽദോപ്പോൾ, പുതുശ്ശേരി, News 18.